ഇതാണ് റെയിൻബോ ഫോൾസ്. വിക്ടോറിയ ഫോൾസ് സാംബിയയിലെ ഒരു വ്യൂ പോയിന്റ് ആണ് ഈ റെയിൻബോ ഫോൾസ്. എപ്പോൾ വന്നാലും ഇവിടെ റെയിൻബോ കാണാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഈ കാണുന്ന സ്മോക്കിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. ഇത് വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ സ്പ്രേയും മിസ്റ്റുമാണ്. വിക്ടോറിയ ഫോൾസിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് വിക്ടോറിയ ഫോൾസ് ബ്രിഡ്ജ് കാണുന്ന വ്യൂ പോയിന്റ്, റെയിൻബോ ഫോൾസ് വ്യൂ പോയിന്റ്, അതുപോലെ ഗോർജിൻ്റെ വ്യൂസ്, അങ്ങനെ കുറച്ച് വ്യൂ പോയിന്റ്സ് ആണ്. ഈ ഭാഗത്ത് ശരിക്കുള്ള വ്യൂ കാണണമെങ്കിൽ ആക്ച്വലി വെള്ളം കുറവുള്ള സമയത്ത് വരണം. പക്ഷെ നമ്മൾ വന്ന സമയം പീക്ക് ടൈമാണ്, അതുകൊണ്ടാണ് പല വ്യൂ പോയിന്റ്സ് കാണാൻ പറ്റാതെ മിസ്റ്റായിട്ട് കവർ ചെയ്ത് കിടക്കുന്നത്. പക്ഷേ ഇതൊരു വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ പലതവണ വിക്ടോറിയ ഫോൾസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത്രയും അധികം വെള്ളമുള്ള സമയത്ത് വരുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതെനിക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമുക്കിനി ഇവിടെ റെയിൻബോ കാണുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. റെയിൻബോ ഫോൾസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അവിടേക്ക് പോയി നോക്കാം. ഈ വിക്ടോറിയ ഫോൾസ് ഏകദേശം 1.7 കിലോമീറ്റർ നീളമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉണ്ട് കാണാനായിട്ട്. എല്ലാം കൂടി ഒരു എപ്പിസോഡിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ബോറടി ആവുമെന്ന് വിചാരിച്ചിട്ടാണ് മിനി എപ്പിസോഡുകളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ കാണുന്നതാണ് റെയിൻബോ ഫോൾസ് വ്യൂ പോയിന്റ്. നിങ്ങൾക്ക് റെയിൻബോ കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടെ. അതുപോലെ തന്നെ ഫേമസ് വിക്ടോറിയ ഫോൾസ് ബ്രിഡ്ജ് കാണാൻ പറ്റും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ. വിക്ടോറിയ ഫോൾസ് എന്തുകൊണ്ടാണ് ലോകത്തിൻ്റെ 7 നാച്ചുറൽ വണ്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ ഇടം പിടിച്ചതെന്ന് ഈ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത്രയ്ക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചറിയേണ്ട ഒരു അത്ഭുതം തന്നെയാണിത്. നമ്മൾ ഇത്ര നേരം വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിന്റ്സ് മാത്രമാണ് കവർ ചെയ്തത്. ഇനി നമുക്കൊന്ന് വെറൈറ്റി പിടിക്കാം. വിക്ടോറിയ ഫോൾസ് ബ്രിഡ്ജ് കാണുന്ന വ്യൂ പോയിന്റിലേക്ക് നമുക്ക് പോകാം കേട്ടോ.
ഈ കാണുന്നതാണ് സാംബിയയെയും അതുപോലെ സിംബാബ്വേയെയും കണക്ട് ചെയ്യുന്ന ഫേമസ് വിക്ടോറിയ ഫോൾസ് ബ്രിഡ്ജ്. 1905 ഓപ്പൺ ചെയ്തിട്ടുള്ള ബ്രിഡ്ജാണിത്. ഏകദേശം 14 മാസം കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. വേറൊരു ഫൺ ഫാക്റ്റ് എന്തെന്ന് വെച്ചാൽ ഇത് ഒഫീഷ്യലി ഓപ്പൺ ചെയ്തത് ചാൾസ് ഡാർവിൻ്റെ മകൻ ജോർജ് ഡാർവിൻ ആണ്. ഒരു റെയിൽവേ ട്രാക്കും റോഡും അതുപോലെ നടക്കാനുള്ള പാതയുമുള്ള ഒരു ബ്രിഡ്ജാണിത്. ഈ ബ്രിഡ്ജിൻ്റെ ഒരു സൈഡിൽ സിംബാബ്വെ ബോർഡറും മറു സൈഡിൽ സാംബിയ ബോർഡറുമാണ്. മാത്രമല്ല ബഞ്ചി ജമ്പിങ് ആക്ടിവിറ്റീസ് നടക്കുന്നതും ഈ ബ്രിഡ്ജിൽ തന്നെയാണ്. നമുക്കിനി ഗോർജിൻ്റെ വ്യൂസ് കാണാൻ പോവാം. ഗോർജിൻ്റെ വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇനി വീണ്ടും നനയാൻ റെഡി ആയിക്കോളൂ. നമ്മൾ ഫോൾസിൻ്റെ ഭാഗത്തേക്കാണ് പോകാൻ പോകുന്നത്. ഈ കാണുന്ന ബ്രിഡ്ജ് കടന്നിട്ടാണ് നമ്മൾ ഇപ്പുറത്തേക്ക് വന്നത്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും. ഇവിടെ റെയിൻബോ ഒക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് വിക്ടോറിയ ഫോൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.